വാർത്തകൾ വിശദമായി നോക്കാം. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി രാജേഷ് തിരുവനന്തപുരം മേയറാകും. ആശാനാഥ് GS ആണ് BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. കൊടുങ്ങാനൂർ വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് വി രാജേഷ്. കരിമം ഡിവിഷനെയാണ് ആശാനാഥ് പ്രതിനിധീകരിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. വിവരങ്ങളുമായി S ശാലിനി ചേരുന്നു. ശാലിനി, നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ, കാത്തിരിപ്പിന് ഒടുവിൽ വി രാജേഷ്, ആശാനാഥ് GS ഇവരെ യഥാക്രമം മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളാക്കി പ്രഖ്യാപനം നടത്തുന്നു. നിറഞ്ഞ കരഘോഷത്തോടെയാണ് ഇരുവരെയും സ്വീകരിച്ചത്. കൗൺസിലർമാരുടെ യോഗത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷാണ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയത്. നമുക്കറിയാം, നേരത്തെ ഡൽഹിയിൽ നിന്ന് BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അംഗീകാരം വാങ്ങിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തിയിരുന്നു, നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം. മറ്റ് വിശദാംശങ്ങൾ ശാലിനി. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആ ഒരു അഭ്യൂഹം, ഒപ്പം തന്നെ ആരായിരിക്കും എന്നുള്ള ആകാംക്ഷ, അതൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ മേയറാകാൻ, നഗരപിതാവാകാൻ, അങ്ങനെ തിരുവനന്തപുരം ജില്ലയെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച BJPയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് എത്തുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അല്പസമയം മുമ്പാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് നടത്തിയിട്ടുള്ളത്. ABVP-യിലൂടെ കടന്നുവന്ന് പിന്നീട് വിവിധ ചുമതലകൾ, യുവമോർച്ചയുടെ സംസ്ഥാന ചുമതല, ഒപ്പം തന്നെ പിന്നീട് തിരുവനന്തപുരത്തെ ജില്ലയുടെ ചുമതല ഏറ്റെടുത്തു. ആ സമയത്തൊക്കെ സമര പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തി, നേതാവ് ഒക്കെയായിരുന്നു വി രാജേഷ്. കൂടാതെ തന്നെ സംസ്ഥാന വക്താവായി പ്രവർത്തിച്ചു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി BJPയുടെ സംസ്ഥാന നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ഒരു കീ പോയിന്റിലേക്ക് സംസ്ഥാന നേതൃത്വം, ദേശീയ നേതൃത്വം വി രാജേഷിനെ പരിഗണിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് നഗരസഭയിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് ഔദ്യോഗിക മേയറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രഖ്യാപനത്തിന് കൂടിയായിട്ടാണ്. 50 പേരുടെ വിജയം ചരിത്രത്തിലാദ്യമായി നേടിക്കൊണ്ട് BJP തിരുവനന്തപുരം നഗരസഭ ഭരണം പിടിച്ചിരിക്കുന്ന ഒരു സമയം. ഒപ്പം തന്നെ 2 സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാടുകൾ നിർണായകമായിട്ടുള്ള ഒരു മേയർ തെരഞ്ഞെടുപ്പാണ് ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്നത്. എന്തായാലും ഭൂരിപക്ഷം BJPക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ മേയറായി വി രാജേഷ് തന്നെ എത്തും എന്നുള്ളതാണ് BJP സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും ഒക്കെയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. തൊട്ടു പിന്നാലെ തന്നെ അഡ്വക്കേറ്റ് S സുരേഷ്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആശാനാഥിനെയാണ്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിമം ഡിവിഷനിൽ നിന്നാണ് ഇത്തവണ ആശാനാഥ് നഗരസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. നിർത്തിയിടത്തൊക്കെ വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവരുടെ ഒരു സാന്നിധ്യം അവിടെ അറിയിച്ചുകൊണ്ടാണ് നഗരസഭയിൽ പലകുറി എത്തിയിട്ടുമുള്ളത്. സമര പോരാട്ടങ്ങൾക്ക് മുൻനിരയിൽ ഉണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഏത് തരത്തിലുള്ള സമരം നടത്തിയാലും ആ സമരത്തിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് നയിച്ചൊരു വനിതാ നേതാവ്. 29 വനിതകളാണ് ഇത്തവണ BJPയുടെ കൗൺസിലർ പട്ടികയിലുള്ളത്. അതിൽ നിന്ന് തന്നെ ഏറ്റവും യുവാവ് എന്ന രീതിയിൽ യുവത്വം തുളുമ്പുന്ന ഒരു വ്യക്തിത്വത്തെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നാളെ ഉച്ചയ്ക്ക് 1:30 ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എല്ലാ രീതിയിലുള്ള കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ആ കൂടിയാലോചനകൾക്കൊക്കെ ശേഷമാണ് ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുള്ളത്. പല മാധ്യമങ്ങൾ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും അത്തരത്തിലുള്ള വ്യക്തതയില്ലാത്ത വാർത്തകളും ഒക്കെ നൽകിയിരിക്കുന്നു. എന്നാലും അതിനൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ തന്നെ ഏറ്റവും ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി മാറിയിട്ടുള്ള ഒരു പുതിയ ഭരണസമിതിയെ നയിക്കാൻ ആ ഭരണസമിതിയുടെ തലപ്പത്തേക്ക് വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയെ എത്തിയിരിക്കുന്നു. നാളെ ഔദ്യോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഒരു വനിതയായി ഏറ്റവും വലിയ പിന്തുണയോടുകൂടി എത്തിയ ആശാനാഥും എത്തുകയാണ്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് ജനം TVയോട് പ്രതികരിച്ചപ്പോഴും ഇരു കൂട്ടരും അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. 101 പേരെയും ഒപ്പം നിർത്തിക്കൊണ്ട് 101 മെമ്പർമാരെയും വാർഡ് കൗൺസിലർമാരെയും
ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും വരുന്ന 5 വർഷം ഉണ്ടാവുക. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനായിട്ടാണ്. 5 വർഷം കൊണ്ട് തലസ്ഥാനം ഇത്തരത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു വികസനം സാധ്യമാക്കിക്കൊണ്ട് ഒരു വികസിത അനന്തപുരി 5 വർഷം കൊണ്ട് സാധ്യമാക്കുമെന്നുള്ളതാണ് നിയുക്ത മേയറായിട്ടുള്ള വി രാജേഷ് പറഞ്ഞിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആശാനാഥും അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി രാജേഷ് തിരുവനന്തപുരം മേയറാകും. ആശാനാഥ് GS ആണ് BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. കൊടുങ്ങാനൂർ വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് വി രാജേഷ്. കരിമം ഡിവിഷനെയാണ് GS ആശാനാഥ് പ്രതിനിധീകരിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷാണ് കൗൺസിലർമാരുടെ യോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഏകകണ്ഠമാണ് തീരുമാനം. ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.